എന്തുവാ ഇത് നേരത്തെ പെട്ടെന്ന് കേറാനുള്ള ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. എടി വേണ്ട നിന്റെ പൂവൊന്ന് നേരെ ഇട്ടടി. ആ പെണ്ണ് ചെറുക്കന് അവിടെ പെട്ടെന്ന് ഒന്ന് വണ്ടി കയറാൻ നോക്ക്. ആ ഡ്രൈവർ എവിടെ പോയി കിടക്കുന്നത്? 3:30 പെണ്ണിന് കാലെടുത്ത് വെക്കണം. എന്റെ തോളത്തോട്ടാന്നോ? അതല്ലെന്ന് 3:30 വീട്ടിൽ കാലെടുത്ത് വെക്കണം. വണ്ടി വിടാൻ നോക്കണേ. വണ്ടി വിടാന്ന് പറഞ്ഞോട്ടെ. അമ്മേ 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 ഒന്നിങ്ങോട്ട് വാ. അമ്മേ വിളിക്കുന്നൊന്നും വന്നേ ഇങ്ങോട്ട് വാ. എനിക്ക് പോവാൻ സമയമായിമ്മേ. വരുവാ എന്റെ മോളെ പോയിട്ട് വാ കേട്ടോ. അമ്മായിമ്മ എന്തേലും പറയും. ഓ ഞാനൊന്നും പറയത്തില്ലമ്മേ. ഒറ്റയടി വെച്ച് തന്നോണ്ടല്ലോ. അങ്ങനെ നിന്നെ പഠിപ്പിച്ചത്. ജില്ലെന്ന് പറഞ്ഞ അങ്ങോട്ട് നിക്കണം. കഷ്ടപ്പെട്ട് വളർത്തിയതാ. അവിടെ എങ്ങനെയാലും നീ പിടിച്ചങ്ങ് നിന്നേക്കണേ. നിക്കും. വൈകിട്ട് ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരും. അച്ചച്ചിയും കൂടെ മോളെ കാണാൻ വരും. എന്തോ ഞാൻ ഇപ്പോഴില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അതൊരു ചടങ്ങ്. അടുക്കള കാണാൻ നിന്നെ കാണാൻ വരണോ? അങ്ങനെയാ. വണ്ടി എടുത്തു. പോയിട്ട് വാ മോളെ. പോയിട്ട് വാടി. ഇതെന്തോ കാണിക്കോ നിങ്ങള്? നിനക്ക് ജില്ലയിൽ കയറാക്കി എനിക്ക് വടത്തേ കൂടെ കയറാം. ഞാൻ ജില്ലയിൽ കൂടെ കയറിയതല്ല. എന്റെ കുഞ്ഞു പോയതിന്റെ സങ്കടം എനിക്ക്. എന്റെ കുഞ്ഞിനെ പെൺപിള്ളാര് വലുതായ കല്യാണം കഴിപ്പിച്ചയക്കും. അത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്ത. നമ്മളെ നന്നായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനു കരയുന്നു? എങ്ങനെ കരയാതിരിക്കും? ഞാൻ അവിടെ ഒരു പെറ്റ തള്ളയല്ലയോ. ഇന്ന് രാവിലെ വരെ അവള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് വയ്യ. കൊച്ചു വീട്ടിൽ ചെന്ന് റിമോട്ടിന് അടി ഉണ്ടാക്കുമെന്നൊക്കെ എനിക്ക് പേടിയാണ്. അവള് ഭർത്താവിന്റെ അടുത്തോട്ടല്ലേ പോയത്? സമ്മാനപ്പെട്. നമ്മുടെ ഉത്തരവാദിത്തം നമ്മള് നിറവേറ്റിയില്ലടി. കരയാതെ സമ്മാനപ്പെട്ടിരിക്കും കേട്ടോ. ചുമ്മാ കരയുന്നു. എന്നോട് കള്ളം പറഞ്ഞല്ലോ കൊച്ചു പോകുന്നതിന്. നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് എനിക്കറിയാം. കൊച്ചു പോയതിന് കറഞ്ഞല്ല, പിന്നെ കല്യാണത്തിനുണ്ടാക്കിയ കടം അങ്ങനെ വീട്ടിൽ ഓർത്ത് അയ്യടാ. ഇപ്പോഴാണ് ആലോചിക്കുന്നത് കല്യാണത്തിന് കടം ഞാൻ എങ്ങനെ വീട്ടിൽ നായ കാലത്ത് ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഒരു പെങ്കൊച്ചിനെ അയച്ചല്ലയോ. നിങ്ങളൊരു തന്തയാണോ? ആ പെണ്ണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾ എന്തോ കൊടുത്തായിരുന്നു. ഞാൻ ടാറ്റ കൊടുത്തായിരുന്നു. അയ്യോ, ഒരു തന്തയ്ക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാ. പെങ്കൊച്ചിന് 18 വയസ്സായപ്പോ മുതൽ എന്റെ തല തീ അയച്ചി. പെണ്ണിന്റെ നിശ്ചയം ഞാൻ നടത്തി. പറമ്പിൽ കിടന്നുള്ള ഉജാലക്കുപ്പി മൊത്തം വിറ്റ് പറിക്കാൻ ഞാൻ പൈസ ഉണ്ടാക്കിയത് അറിയാമോ? കൊടുത്തു. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിക്കുട്ടിന് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഉജാലക്കുപ്പി എടുത്ത് കൊടുത്തു. ആ ചെറുക്കൻ എനിക്ക് കപ്പലിൽ ഉണ്ടായത് അറിയത്തില്ല. എനിക്ക് ഉണ്ണിക്കുട്ടന്റെ ഉജാല വണ്ടി എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത് കേട്ടോ. എനിക്കറിയാമുള്ളൂ. അവളെ പറഞ്ഞു വിട്ടെങ്കിൽ എനിക്ക് സങ്കടമാ. എന്നാ ഒരു കാര്യം ചെയ്യാം. നമ്മൾ എന്തായാലും ആയിട്ട് അടുക്കള കാണാൻ പോവല്ലോ. ഞാൻ അവളെ വിളിച്ചോണ്ടിഞ്ഞ് വരാം. എന്നിട്ട് ആ വഴി അങ്ങ് പൊക്കോണം. അവളോ? നിങ്ങള് ഇവിടെ മനുഷ്യ പട്ടിണി കിടന്ന് മണ്ണ് വാരത്തിന്നൊക്കെ കൊച്ചിനെ അയച്ചു വിട്ടു. അങ്ങോട്ട് മൾട്ടിപ്പിൾ ടാലന്റ് പേഴ്സൺ ആണല്ലോ നീ. എന്തുവാ തല തീയരിക്കും മണ്ണ് വാരത്തിനും കൈകുത്തി നടക്കാൻ പറ്റുമോ? മുട്ടുകാലിട്ടോട്ടം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെത്താനെ ഇവിടെ കൈകുത്തി അങ്ങ് നടക്കും. നീ തരും മുട്ടുകാലിന് തരും നീ. കാരണം നിനക്കെന്നെ വിലയില്ല. ഉണ്ടായിരുന്നു, ലേശം വില ഉണ്ടായിരുന്നു. നമ്മുടെ കല്യാണം എന്ന് കഴിഞ്ഞോ അന്ന് ഞാൻ ആ വില അങ്ങ് കളഞ്ഞു. അതിനകത്ത് പ്രൈസ് ടാഗ് ഞാൻ അങ്ങ് ഇളക്കി കളഞ്ഞു. ഒരുമാതിരി 50 രൂപയുടെ സാധനത്തിന് 250 രൂപയുടെ MRP ഇട്ട് മനുഷ്യനെ പറ്റിക്കാനൊക്കെ. എന്താ കണ്ണും മേടിച്ചോണ്ട് നിൽക്കുവാ? വൈകിട്ട് കൊച്ചിന്റെ വീട്ടിൽ പോവാ. എന്തെങ്കിലും കൊടുക്കട്ടാ കാണപ്പെടുന്നത്. ഞാൻ ആ രാജേന്ദ്രന്റെ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഒരു കണ്ണാടി അലമാരി സെറ്റ് ആക്കിയിട്ടുണ്ട്. അന്നും പോരാ, നമ്മുടെ കൊച്ചിന് നല്ലൊരു കാണപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടരുത്. ഒരു വാഷിംഗ് മെഷീൻ അങ്ങ് മേടിച്ചു കൊടുത്താൽ എന്താ? താലികെട്ടിന് മുമ്പ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ കൊച്ചി ഇപ്പോഴും ഇവിടെ നിന്നേനെ. വാഷിംഗ് മെഷീൻ നിന്റെ വായിക്കകത്തിട്ട് തരാ. തുണി ഇത്ര സോപ്പൊടി വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കുകയും തരും. എടി വാഷിംഗ് മെഷീൻ എന്റെ കൊച്ചിന് എന്താ കൊടുത്താലും എനിക്ക് മതിയാവത്തില്ലേ. ഇലൂഷൻ അബ്രാകഡബ്ര. അവള് നല്ലപോലെ അവിടെ നിക്കുമോ? പിന്നെ അവള് നിക്കുമെന്ന് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്നോളൂ അവൾ അവിടെ. സ്വഭാവം നിങ്ങളുടെ അതുകൊണ്ടാ ചോദിച്ചത്. ദൈവമേ, ഞാൻ ആരെയൊക്കെ സമാധാനപ്പെടുത്തണം. മോനെന്താ കരയാതെ. എടാ കല്യാണം കഴിഞ്ഞ് പോയല്ലേ, എപ്പോ വേണേലും പോവാല്ലോ നമുക്ക് അങ്ങോട്ട്. കരയാതെടാ. എടാ ഇങ്ങോട്ട് നോക്കിക്ക്. അവള് കരയുന്നതേ കൊച്ചിന്റെ തള്ളേ അവളാ. നീ എന്തിനു കരയുവാ? നീ ഏതാ? നീ ഇങ്ങോട്ട് വന്നേ. ഏതാടി?
നമ്മുടെ കൊച്ചിന്റെ ബെസ്റ്റ് വല്ലതും ആണോ? പോഴത്തരൊന്നും നമ്മുടെ കൊച്ചി ചെയ്യത്തില്ല. ആരാന്ന് ചോദിച്ചേ? എടാ ആരാടാ നീ? ഞാന് ചെറുക്കൻ്റെ കൂടെ വന്നതാ. ചെറുക്കൻ കൂട്ടരൊക്കെ പോയല്ലോ തിരിച്ച്. നീ എന്താ പോന്നെ? എനിക്ക് ഈ പ്രഥമൻ ഭയങ്കര ഇഷ്ടമാ. ഇവിടുന്ന് മുഴുവൻ പ്രഥമനും അടിച്ചു കയറ്റിട്ട് ഞാൻ ആ കസാരയുടെ ചോട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. അവര് വണ്ടി വിട്ടോണ്ട് അങ്ങ് പോയി. അവനോട് ഇത്രേ ഇഷ്ടം തോന്നാൻ നിന്നെ ഉരുളികമത്തി കിട്ടിയാന്നോടാ നിന്നെ? മാമി എനിക്ക് പോണം മാമി. മാമി എന്നെ കൊണ്ടുവിടും മാമി. മാമ എന്നെ കൊണ്ടുവിടും മാമ. നീ ചെറുക്കന്റെ ആരായിട്ട് വരും? ഞാൻ ചെറുക്കന്റെ അപ്പച്ചിയുടെ മോനായിട്ട് വരും. പിന്നെ പിന്നെ ഞാൻ മോഹൻലാലായിട്ട് വരും. ഞാൻ തുള്ളാതെ വൈകുന്നേരം ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അന്നേരം നിന്നെ കൊണ്ടുപോകാം. അതൊക്കെ പോട്ടെ. വൈകിട്ട് എന്തിനാ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നേ? അടുക്കള കാണാൻ. അയ്യേ, അവരുടെ അടുക്കള കാണാൻ മാത്രമൊന്നും ഇല്ല. ഞാനെപ്പോഴും കയറി എടുക്കുന്ന അടുക്കളയല്ലയോ. എടാ ചെറുക്കൻ, നിനക്ക് അത്ര നെഹളിപ്പായിരുന്നെങ്കിൽ ആ ചെറുക്കനും പെണ്ണും പോയ കാറിന്റെ പുറകിൽ നിനക്ക് പോയിക്കൂടായിരുന്നോ? എന്റെ ദൈവമേ, ചെറുക്കനും പെണ്ണും കാറിൽ കയറി പോയപ്പോ ഞാൻ പുറകെ ഓടി ചെന്നതാ. അപ്പൊ എന്നെ തട്ടി മാറ്റിക്കൊണ്ട് ഒരു അപ്പൂപ്പൻ കാറെ ഞാൻ നടന്നിങ്ങനെ പോയി. ആ, ഈ അപ്പൂപ്പൻ ഓറഞ്ച് ഡ്രസ്സാ ഇട്ടത്, ഓറഞ്ച് കുർത്ത പോലത്തെ ഒരു ഷർട്ട്. അയ്യോ, നമ്മുടെ അമ്മാവൻ ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാണ് അമ്മാവോ, അമ്മാവൻ എന്തിനാ കാറിന്റെ പുറകെ ഓടി? നമ്മൾ വൈകിട്ട് അങ്ങോട്ട് പോകാൻ. ഞാൻ കാറിന്റെ പുറകെ ഓടിയതല്ല. പിന്നെ അവസാനം ഞെറുക്കത് ഞാൻ കൈ കൊടുത്തപ്പോ ഡോർ കൂട്ടി അടച്ച് എന്നെ അങ്ങോട്ടങ്ങ് പോയി. സാരത്തുനിന്ന് കിടന്ന് പറക്കുന്ന പോലെ ഞാൻ കിടന്ന് പറക്കുക. ഒടുവിൽ മണ്ടമേറ്റിൽ മുതൽ വണ്ടിയെ കയറി ഞാൻ ഇനി പോന്നു. അത് ശരി. പിന്നെ സാമുദായികപരമായിട്ട് പറയാത്തേക്ക് നമ്മുടെ കല്യാണം കേൾക്കണുണ്ടായിരുന്നു. കല്യാണമൊക്കെ നന്നായിരുന്നു. ആ, സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ സമുദായത്തിന്റെ ജോയിന്റ് പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട് ആ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നത്. സത്യം പറയാലോ, താലികെട്ട് സമയത്ത് അമ്മാവൻ മുമ്പിൽ നിന്നത് കൊണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് നടന്നത്. അല്ലല്ല, പുറകിൽ നിന്നവർക്ക് കാണാഞ്ഞത്. എന്തോരം ചീത്ത എന്നെ വിളിച്ചെന്നറിയാം, മാറ്ററാക്കളവനെന്നും പറഞ്ഞോണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സമുദായത്തിന് വേണ്ടി ഒരു 5000 രൂപ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചേക്കണം. എന്താ കാര്യത്തിന് 5000 രൂപ? 5000 രൂപ സമുദായത്തിന് വേണ്ടി ഈ കല്യാണത്തിന്റെ ഭാഗം മാറ്റി തരണം. അത് അതേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയത് സംഘക്കാരാ. ശ്രീലങ്ക ക്രിക്കറ്റ് കളിക്കാണ് സംഘക്കാര്. അതല്ലത്, സംഘക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിയത്. സമുദായക്കാര്. സമുദായത്തിന് 5000 രൂപ തന്നേ പറ്റത്തുള്ളൂ. എന്റെ അമ്മ അതിനു വേണ്ടി പൈസ ഒന്നും കിട്ടിയില്ല. അതെ, അപ്പൂപ്പ എപ്പോ പോവും? 3-4 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. നല്ല ആരോഗ്യമുണ്ട്. അല്ല, വേരോട്ട് കെട്ടിയെടുക്കുന്ന ആരല്ല പറഞ്ഞത്. ചെറുക്കന്റെ വീട്ടിലോട്ട് ഇനി എപ്പോഴാ ബസ്? ഇവരേതാടി കൊച്ചെ? ഇതാ ചെറുക്കന്റെ കൂട്ടത്തിൽ വന്ന ആളാ. എന്ന് പറയുമ്പോ കസിൻ. അയ്യോ, മരിക്കുന്നത് ഇപ്പൊ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. സട്ടം പിടിച്ചൂടനെ, സട്ടം പിടിച്ചൂടനെ, എന്നൂടാവ് വണ്ടിക്കൊണ്ടേനെ. നേരിട്ട് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആരെ? അസിനെ. ഞാൻ കസിനാന്ന്. ബന്ധുക്കാരാ? എന്തുകാരാ വന്നത്? എന്തുകാരൻ? ചെറുക്കന്റെ കൊടുത്ത് വന്നത്. ചെറുക്കന്റെ കൂട്ടരാണ്. ചെറുക്കന്റെ കൊടുത്ത് വന്നത്. എടാ, നിങ്ങൾ ചെറുക്കന്റെ കൊടുത്ത് കല്യാണത്തിന് വന്നപ്പോഴേ നീല സാരിയെ പുള്ളിയുള്ള ഒരു കക്ഷിയോടെ കാര്യം പറഞ്ഞില്ല. അതാ ചെറുക്കന്റെ അപ്പച്ചിയാ, എന്റെ അമ്മയാ. ആ, എനിക്ക് മനസ്സിലായത്. പിന്നെ അവൾ ഭയങ്കര എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് വൈകിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചില ജോലികളൊക്കെ ചെയ്യണം. എന്റെ അമ്മ, എന്നാ ജോലി? ഇവിടെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് നീ പറക്കി അടിക്കി മാറ്റി വെക്കണം. ഈ പറഞ്ഞ സാധനം അവിടെ നിന്ന് പറഞ്ഞിരുന്ന ആ ഗ്ലാസ് എല്ലാം കൂടെ പറന്നു പോയേനെ. പോയി ചെയ്യണം, പോയി ചെയ്യണം, പോയി ജോലി ചെയ്യണം. കല്യാണം കഴിഞ്ഞ് എല്ലാരും പോയി. പാചകപ്പര ഇപ്പോഴും തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുക. എന്താണ് വിഷയം? ഇവര് തമ്മിൽ എന്തോ ഉറാടെ പ്രശ്നമാ. അവൻ വിട്ടാലേ ഞാൻ വിടൂ. നീ വിടാ. എന്നെ വിട്ടാലേ ഞാനും വിടുത്തോളൂ. എന്നാ നിങ്ങൾ ഇവിടെ പരസ്പരം പിടിച്ച് പിടിച്ച് ജീവിച്ചോ. കിടന്നു എന്തുവാ പ്രശ്നം? ഞാൻ പറയാം മാമി, ഞാനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. എനിക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം കാണിക്കാറുണ്ട്. ഇത് കണ്ടോ? ആട്ടിൻ ചെവിയോ? ആട്ടിൻ ചെവിയോ? ഇതാ. അയ്യോ, ഇതിലല്ല. ഇതാണ് ലിസ്റ്റ്. ഈ കല്യാണത്തിന് വഴക്കടിക്കാനുള്ള ലിസ്റ്റ്. ഞാൻ അങ്ങനെ കല്യാണത്തെ എല്ലാം വഴക്കടിക്കുന്ന ആളല്ലയോ. കല്യാണത്തെ തലേന്നോട്ടുള്ള സകല പ്രശ്നങ്ങൾ ഞാൻ എഴുതി വെച്ചു. മെയിൻ യവന്റെ കാര്യമാണ്. ഞാനാണെങ്കിൽ നേരെ പാചകപ്പുര ചെന്ന് ആളാവാൻ വേണ്ടി നോക്കിയതും യവൻ പറയാ യവനാണ് അവിടുത്തെ ആളെന്ന്. അതും പോട്ടെ, മണ്ഡപത്തിൽ ചെന്നൊന്ന് ആളാവാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ അവിടെയും പറയും യവനാണ് ആളെന്ന്. ഇതെല്ലാം പോട്ട് നാസരക്കാരടുത്ത് പോയി നിന്ന് ഞാനൊന്ന് ആളാവാൻ നോക്കി. അവിടെയും പറഞ്ഞു യവനാണ് ആളെന്ന്. എന്റെ പൊന്നു പൊട്ട, അതാണ് ഇവന്റ് മാനേജർ. അതാണ് ദിവൻ. യാവന്റെ മാനേജറായാലും എനിക്കെന്ത്? അങ്ങനെയല്ല, ഇവന്റ് മാനേജ്മെന്റ്. എടാ, ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു വീഴ്ച വരാത്ത കാര്യങ്ങൾ പക്കയായി നടത്തുന്ന മാനേജർ. ഇന്നലെ നമ്മൾ ടീ പാർട്ടി നടത്തിയിരുന്നോ? അപ്പൊ നടത്തിയോ? നടത്തി. അപ്പൊ പൊറോട്ട ഉണ്ടാക്കിയില്ലേ? പൊറോട്ട ആർക്കും തികഞ്ഞില്ല. അടി ഉണ്ടാക്കാനുള്ള വകുപ്പാണ്. എങ്ങനെ തകയായിരിക്കും? എന്റെ പൊന്നു മാമി ഇത് കേൾക്കണം. ഞങ്ങൾ പൊറോട്ട ചുട്ടിടും ഇവൻ തിന്നും, ചുട്ടിടും ഇവൻ തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും. അങ്ങനെ മൊത്തം ചുട്ട പൊറോട്ട തിന്ന് തീർത്തവനാണ് ഇവൻ.
ആണോടാ പുഷ്പ? മാമി ആ മുതുകണ്ട പറഞ്ഞേട്ടോ, ചുട്ടട് തിന്നും ചുട്ടട് തിന്നും ചുട്ടട് തിന്നും ചുട്ടട് തിന്നും. ഞാൻ അങ്ങനെ ചെയ്യുമോ മാമി? അതിലൊരു സത്യാവസ്ഥ ഇല്ലാതില്ല. അവൻ ചുടും നീ തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടിടും തിന്നും, ചുട്ടേ. ഞാനിവിടെ ചുട്ടിട് നിന്നും ചുട്ടിട് തിന്നും ചുട്ടിട് തിന്നും ചുട്ടിട് തിന്നും. കഴിഞ്ഞോ? തീർന്നില്ല. നാസരക്കാര് താലി കെട്ടുമ്പോ ഏത് പാട്ടാണ് വായിക്കണത്? കല്യാണ കച്ചേരി. അതാ അതാ ആണോ? അതാ അതാ. എവന്റെ നാസരക്കാര് വായിച്ചെന്തോറിയോ? കെട്ടിപ്പൂടി കെട്ടിപ്പൂടി കണ്ണാളോ. എടാ, ആ പാട്ട് തന്നെ പാടിയുള്ളത് നിനക്ക് എന്ത് ഉറപ്പ്? നീ ഈവന്റ് മാനേജ്മെന്റ് കാര്യം ശരിയാ, പക്ഷെ നാസരത്തെ പറ്റി നീ അവനെ പഠിപ്പിക്കണ്ട. അവനറിയാം, ഞങ്ങളുടെ തറവാട്ടുകാർക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് എനിക്കും അറിയാം. ഇല്ലമ്മോ? എനിക്കറിയാം നാസരത്തെ പറ്റി. പിന്നെ എനിക്കറിയാം. നാസർ കത്തേരിക്കാരൻ അവിടെ പി ഞാൻ നടക്കുന്നുണ്ട്. നീ പറഞ്ഞത് ഒരു മുറിവീട് എനിക്ക് തരാമോ എന്ന്. അടിക്കുന്ന വകുപ്പില്ലല്ലേ? കറിയൊന്നും ജമോണ്ടാക്കിയ കറിയും ഒന്നിനെ കൊള്ളില്ല. 8 കൂട്ടം കറി ഉണ്ടായിരുന്നു. അത് തിന്നവര് 10 കൂട്ടം തെറിയും വിളിച്ചോണ്ട് അവിടെ ഇറങ്ങിപ്പോയത്. അവിയല് വായി വെക്കാൻ കൊള്ളായിരുന്നോടാ. അവിയൽ എന്തായിരുന്നു കുഴപ്പം? മാമി, അവിയൽ എന്തായിരുന്നു കുഴപ്പം? നീ എന്നെ മാമിന്ന് വിളിക്കരുത്. ആൾക്കാർ കൂടെ നിൽക്കുമ്പോ നീ എന്നെ മാമിന്ന് ഒറ്റ കിട്ടുമ്പോ മോളെ എവിടുത്തെ വിചാരം? മാമി, പശുവും ചത്തു, മോരിന്റെ പുളിയും പോയി. എന്താണ് പ്രശ്നം? എടി ലതേ, നീ കല്യാണമായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ വന്നിട്ടാ പശുവിനെ കൊന്നുകൂടി. ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളായിരുന്നു. അവിടെ നിൽക്കണം, വീട്ടിൽ നിൽക്കണം, മണ്ഡപത്തിൽ നിൽക്കണം, ഓഡിറ്റോറിയം നിൽക്കണം. നിനക്കാൻ പറ്റിയില്ല. തണലത്ത് ഞാൻ അഴിച്ചു കെട്ടുന്നായിരുന്നു. അയ്യോ നമ്മുടെ എന്റെ കണ്ണും കയ്യും എല്ലാവർക്കും ഇത്ര ബഹളം. എടാ, പശുവും ചത്തു, മോരിലെ പുളി പോയെന്ന് അതിന്റെ പേരിലുള്ള വിഷയമായിരുന്നു. അതൊരു പരത്തില്ല. മാമി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നമ്മള് കിടന്ന് രാവിലോട്ട് കിടന്ന് പണിയല്ലേ? അടിക്കാൻ വല്ല സാധനം വേണം. ഉള്ളു അവൾ അറിയരുത്. നീ പോയി ഒരു ചെറുത് എടുത്തോണ്ട് വാ. ഇതേ ചെറുതാണ്, ഇനി ഇതിന്റെ ചെറുതി എടുത്തോണ്ട് പറഞ്ഞു. പൈന്റ് വെള്ളം അടിക്കുന്നോ? എന്നെ കൂടെ കൂട്ടു. വളം വരുമ്പോ ഞാനും മേടിച്ചു തരാം. സത്യമായിട്ടും എന്താ ചർച്ച? എന്താ പിള്ളേരൊക്കെ കല്യാണത്തിന് സഹകരിച്ച് കഷ്ടപ്പെട്ടൊക്കെ നിൽക്കല്ലേ, ആ ദേഹവേദനയൊക്കെ മാറ്റാൻ എനിക്കൊരു ചെറുത് തരാമോ? ചെറുതോ? എന്തോ അവിടെ എന്തോ ഇവിടെ എന്തോ ഒരു ഗൂഢാലോചന. ഈ പിള്ളേർ കുടിക്കാനുള്ള പ്ലാന്. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു മംഗളാർമ്മം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും ചടങ്ങ് ബാക്കി കിടക്കുക. ചെറുക്കന്റെ അടുക്കള കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുടിക്കോ വലിക്കോ എന്തുവാന്ന് വെച്ചാൽ ചെയ്യോ. അടിയിലൊന്ന് എഴുതി കാണിച്ചേക്കണം നിയമ വിരുദ്ധം. എന്തുവാന്ന് വെച്ചാൽ ചെയ്തോ. അപ്പൊ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വല്ല ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യ്. ഞാൻ പാടും. ഞാൻ തുടങ്ങട്ടെ. എല്ലുള്ളേരി എല്ലുള്ളേരി മാലിനകേരെ ഇരട്ടുപെട്ടേ തുണ്ടുമയ്യേ മാറിനകേരെ. എല്ലുള്ളേരി എല്ലുള്ളേരി മാറിനകേരെ ഇരട്ടുപെട്ടേ തുണ്ടുമയ്യേ മാറിനകേരെ. താനെ താനാനെ താനാനെ തന്നെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ തന്നെ താനെ താനാനെ താനാനെ തന്നെ താനെ. എന്റെ ദൈവമേ, സംഭാവന പിരിഞ്ഞു കിട്ടിയ പൈസയിൽ കുറച്ച് കാണാനുണ്ടല്ലോ. അടുത്ത് നിൽക്കുന്നത് മൊത്തം വേണ്ടപ്പെട്ടവരാ. ഞാൻ എങ്ങനെ ചോദിക്കും? അതെ, സംഭാവന പിരിച്ചു കിട്ടിയ പൈസ ഞാൻ ഈ ബാഗിനകത്ത് വെച്ചതാ. അതിന് പൈസ കുറച്ച് കാണാനുണ്ട്. വള്ളിക്കോട്ടിന് എപ്പോഴാ ബസ്സുള്ളേ? ഇന്ന് ഹർത്താല. കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത്? നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബന്ധുക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓഹോ, ഇതിന്റെ മണ്ടയ്ക്ക് 2-3 ഓലമടല് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു വിറക് വരെയായിട്ട് ഉപയോഗിക്കാം. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ആരാ പൈസ എടുത്തെന്ന് വെച്ചാൽ അത് തെളിയിക്കാനുള്ള വകുപ്പ് എനിക്കറിയാം. ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ മോടെ കല്യാണം ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മളെല്ലാ ബന്ധുക്കാരും ഇവിടെ ഒന്ന് സഹകരിച്ചു. നിന്റെ പൈസ കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് ഈ ബന്ധുക്കാരെ സംശയിക്കുന്നത് വളരെ മോശകരമായിട്ടുള്ള സാമുദായികപരമായിട്ട് നോക്കുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടുള്ള സംസാരമാണ് നിന്റെ ഈ വായിന്ന് കേൾക്കുന്നത്. സാമൂഹികപരമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ബാഗ് വെച്ചെടുത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു. എനിക്ക് 2 മുറുക്കാൻ വാങ്ങിക്കാൻ 3000 രൂപ എടുത്തായിരുന്നു. വഴക്കടിക്കാൻ പേപ്പറും പേനയ്ക്കും ഒരു 2000 രൂപ.
മാമി ഈ കോട്ടിന്റെ വാട കൊടുക്കാൻ വേണ്ടി 2000 രൂപ. വീട്ടിൽ പോവാൻ വണ്ടിക്കൂലി ഇല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത 2000 രൂപ. ഇനി 1000 രൂപ കാണാനുണ്ട്. ഇനി 1000 രൂപ കാണാനുണ്ടെന്ന്. ഒരു 1/2 ലിറ്റർ വാങ്ങിക്കുന്നത്. പെരുങ്കള്ളനും വീട്ടുകള്ളനും കൊള്ളക്കള്ളനും എല്ലാരും സത്യം പറയാലോ, വീട്ടിലൊരു മംഗളകർമ്മം നടത്തുവാണെങ്കിൽ ഇതുപോലുള്ള വിശ്വാസവഞ്ചന കാണിക്കുന്ന ബന്ധുക്കളെ വിളിക്കരുത്. അതാ ചെയ്യേണ്ടുന്നത്. മാമി എറിഞ്ഞ്. ഈ നേരത്തെ എന്നോട് എന്താ പറഞ്ഞത്? Cross behind Harmondreed. Now Dilpreet gets those legs. Offering the ball to Gurjant, and he just flashes one wide. Welsh back into Belts. That was really good. And it snuck in. And Maria was there. That time, thwacks it onto the backboard. And it's one apiece. And Harmondreed is at it again. Well, he did that against Germany. On the സത്യം പറയാമല്ലോ, നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവാനായിട്ട് നമ്മൾ ആരോടല്ല എവിടെയെല്ലാം മത്സരിച്ച